ശ്രീനാരായണ ഗുരുസ്വാമികൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. 1856 ഓഗസ്റ്റ് 20-നാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അച്ഛനമ്മമാർ മാടനാശാനും കുട്ടിയമ്മയുമായിരുന്നു. ഭാര്യയുടെ പേര് കാളിയമ്മ എന്നായിരുന്നു. കുട്ടിക്കാലത്ത് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നാരായണൻ എന്ന പേരിലും പിന്നീട് പ്രസിദ്ധനായത് നാണു ആശാൻ എന്ന പേരിലുമായിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമികൾ ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നത് ഉത്രം തിരുനാൾ മഹാരാജാവായിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരായിട്ടുള്ളവരാണ് തൈക്കാടയ്യയും പേട്ടയിൽ രാമൻപിള്ള ആശാനും. തൈക്കാടയ്യയാണ് ഇദ്ദേഹത്തെ ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ചത്. ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹയാണ് പിള്ളത്തടം ഗുഹ. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട അനാചാരങ്ങളായിരുന്നു പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം. ഇവയെല്ലാം ശക്തമായി എതിർത്ത നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഈ കൃതി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. എന്നാൽ ശാകുന്തളം വഞ്ചിപ്പാട്ട് എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണെങ്കിൽ രാമപുരത്തു വാര്യരാണ്. ഗുരുവിൻ്റെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയാണത്. ഗുരു ഇത് സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. എന്നാൽ ശാകുന്തളം വഞ്ചിപ്പാട്ട് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് KP കറുപ്പനും കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയിരിക്കുന്നത് രാമപുരത്തു വാര്യരുമാണ്. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. 1918, 1926 ഈ 2 വർഷങ്ങളിലാണ് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിക്കുന്നത്. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. 1918-ലും 1926-ലും. ശ്രീലങ്കൻ യാത്രയിൽ അദ്ദേഹം ധരിച്ചിരുന്ന വേഷം കാവി വസ്ത്രമായിരുന്നു. ആദ്യ മലയാളി. ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ ആദ്യ മലയാളിയാകുന്നതെന്ന് നോക്കാം. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ. അത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1967 ഓഗസ്റ്റ് 21-നാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളിയും ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ. ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിക്കുന്നത് 1887-ലാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് 1888-ലും. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിക്കുന്നത് 1898-ലുമാണ്. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ചത് 1887, ശിവപ്രതിഷ്ഠ നടത്തിയത് 1888, അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിക്കുന്നത് 1898-ലുമാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ സമയത്ത് രചിച്ച കൃതിയാണ് ശിവശതകം. ശ്രീനാരായണ ഗുരുസ്വാമികൾ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. എന്നാൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തുന്നത് 1908-ലാണ്. ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ 1912-ലാണ് നടത്തിയത്. ശിവഗിരിയുടെ പഴയ പേര് കുന്നിൻപുറം എന്നാണ്. വിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃശ്ശൂരെ കരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വിളക്കമ്പലത്താണ് വിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. അത് 1920-ലാണ്. അവസാനമായിട്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ഉല്ലലയിലാണ്. കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട്. ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തിയത് 1908. തലശ്ശേരിയിലാണ് ജഗന്നാഥ ക്ഷേത്രം. അവിടെ പ്രതിഷ്ഠ നടത്തുന്നത് 1908. ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ നടത്തിയത് 1912. വിളക്കമ്പലത്ത് വിളക്ക് പ്രതിഷ്ഠ നടത്തുന്നത് 1920. അവസാനമായിട്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ഉല്ലലയിലാണ്. ഗുരുസ്വാമികൾ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് 1913-ലാണ്. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര എന്നുള്ളത്.
എന്നാൽ ആലുവ സർവമത സമ്മേളനം നടന്നത് 1924 ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന ആൾ സദാശിവ അയ്യരാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് 1913 ആലുവ സർവമത സമ്മേളനം നടക്കുന്നത് 1924 ആലുവ അദ്വൈതാശ്രമം 1913 സ്ഥാപിച്ചത്. ഇതിൻ്റെ ആപ്തവാക്യം, ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്നുള്ളതാണ്. ആലുവ സർവമത സമ്മേളനം നടക്കുന്നത് 1924. അതിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന വ്യക്തി സദാശിവ അയ്യറാണ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ആലുവ സമ്മേളനത്തിൻ്റെ കവാടത്തിലെ വാക്കുകളാണ്: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ശ്രീനാരായണ ഗുരുസ്വാമികൾ അഞ്ചുതെങ്ങിൽ സ്കൂൾ ആരംഭിച്ചത് 1881 ഹരിജൻ വിദ്യാർത്ഥികൾക്കായിട്ട് മിശ്രഭോജനം നടത്തിയത് 1915. ഇദ്ദേഹം ധർമ്മസംഘം സ്ഥാപിച്ചത്, ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. അഞ്ചുതെങ്ങിൽ സ്കൂൾ ആരംഭിക്കുന്നത് 1881, മിശ്രഭോജനം നടത്തിയത് 1915, ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരുവിൻ്റെ ജാതി നിർണയം എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണിത്. അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വരികളും ഇതുതന്നെയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതേത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ജാതി നിർണയം ആണ്. അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വരികളും ഇതുതന്നെയാണ്. ഇനി നമുക്ക് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ആത്മോപദേശ ശതകം. 1897 ഈ കൃതി എഴുതപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നടരാജഗുരു ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സെന്റിലോക്കി ഓഫ് ദ സെൽഫ് എന്ന പേരിലാണ് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം എന്ന് തുടങ്ങുന്ന വരികൾ ആത്മോപദേശ ശതകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അറിവ്, അദ്വൈത ദീപിക, അനുകമ്പാദശകം, ദൈവദശകം. ദൈവദശകം 1914 എഴുതിയ കൃതിയാണ്. 2014 ശതാബ്ദി ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ദൈവദശകമാണ്. 2014 ശതാബ്ദി ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. 1914 എഴുതിയ കൃതിയാണ് ദൈവദശകം. മറ്റൊരു കൃതിയാണ് ദർശനമാല. അറിവ്, അദ്വൈത ദീപിക, അനുകമ്പാദശകം, ദൈവദശകം, ദർശനമാല. ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ശ്രീകൃഷ്ണ ദർശനം മറ്റൊരു കൃതിയാണ്. ജാതി മീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് തുടങ്ങുന്ന വരികൾ എടുത്തിട്ടുള്ളത് ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നാണ്. ശിവശതകം, ശ്രീകൃഷ്ണ ദർശനം, ജാതി മീമാംസ. ജാതി ലക്ഷണം, ജാതി നിർണയം. ഈ രണ്ട് കൃതികളും ഗുരുവിൻ്റെയാണ്. ജാതി ലക്ഷണം, ജാതി നിർണയം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് ജാതി നിർണയം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതി നിർണയം എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഈ പറഞ്ഞത്. ഇവ രണ്ടും ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ രണ്ടെണ്ണമാണ്. ജാതി ലക്ഷണം, ജാതി നിർണയം. നവമഞ്ജരി. നവമഞ്ജരി എന്ന് പറയുന്ന കൃതിയുടെ ആദ്യത്തെ 4 വരികൾ ഇദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നിർവൃതി പഞ്ചകം, കുണ്ഡലിനിപ്പാട്ട്, കാളി നാടകം, ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗുരുവിൻ്റെ ആദ്യ കൃതിയായിരുന്നു ഗജേന്ദ്രമോക്ഷം. ഇതും അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. നവമഞ്ജരി എന്ന് പറയുന്ന കൃതിയുടെ ആദ്യത്തെ 4 വരി ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. നിർവൃതി പഞ്ചകം, കുണ്ഡലിനിപ്പാട്ട്, കാളി നാടകം, ഗജേന്ദ്രമോക്ഷവും അതുപോലെ തന്നെയാണ്. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചിട്ടുള്ള കൃതിയാണ് ഗജേന്ദ്രമോക്ഷം. ഇത് ആദ്യത്തെ കൃതിയാണ്. ചിജ്ജട ചിന്തനം, ചിദംബരാഷ്ടകം, തേവാരപ്പതികങ്ങൾ, തിരുക്കുറൽ. തേവാരപ്പതികങ്ങൾ എന്ന് പറയുന്നത് ഗുരു എഴുതിയ തമിഴ് കൃതിയാണ് തേവാരപ്പതികങ്ങൾ. തിരുക്കുറൽ എന്ന് പറയുന്നത് വിവർത്തനം ചെയ്ത കൃതിയാണ്. ഗുരു വിവർത്തനം ചെയ്ത കൃതിയാണ് തിരുക്കുറൽ. ചിജ്ജട ചിന്തനം, ചിദംബരാഷ്ടകം, തേവാരപ്പതികങ്ങൾ,
തിരുക്കുറൽ. ഈശോവാസ്യോപനിഷത്ത്. ഇതും വിവർത്തനം ചെയ്ത കൃതിയാണ് ഈശോവാസ്യോപനിഷത്ത്. ഇന്ദ്രിയ വൈരാഗ്യം, വിനായകാഷ്ടകം, വേദാന്ത സൂത്ര, ജീവകാരുണ്യ നിരൂപണം, ഒടുവിലൊഴുക്കം. ഒടുവിലൊഴുക്കവും വിവർത്തനം ചെയ്ത കൃതിയാണ്. ഈശോവാസ്യോപനിഷത്ത്, ഇന്ദ്രിയ വൈരാഗ്യം, വിനായകാഷ്ടകം, വേദാന്ത സൂത്ര, ജീവകാരുണ്യ നിരൂപണം, ഒടുവിലൊഴുക്കം. ഇത്രയും കൃതികൾ ഗുരുവിൻ്റേതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഇവയെല്ലാമാണ്. SNDP സ്ഥാപിക്കുന്നത് 1903 മെയ് 15-നാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ്. ഇത് സ്ഥാപിച്ചത് 1898-ലാണ്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. SNDP സ്ഥാപിച്ചത് 1903 മെയ് 15. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. 1898-ലാണ് വാവൂട്ട് യോഗം സ്ഥാപിക്കുന്നത്. രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. SNDP യോഗത്തിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. രൂപീകരണ സമയത്ത് ഇതിൻ്റെ മുഖപത്രം വിവേകോദയമായിരുന്നു. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുസ്വാമികൾ, ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. രൂപീകരണ സമയത്തെ മുഖപത്രം വിവേകോദയം. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M. ഗോവിന്ദനാണ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ. എന്നാൽ 1904 വിവേകോദയം ആരംഭിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പത്രാധിപർ M. ഗോവിന്ദനായിരുന്നു. എന്നാൽ SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ യോഗനാഥമാണ്. SNDP ആരംഭിച്ച സമയത്ത് ഇതിൻ്റെ മുഖപത്രം വിവേകോദയമായിരുന്നു. ഇതിൻ്റെ സ്ഥാപകൻ കുമാരനാശാനായിരുന്നു. എന്നാൽ ഔദ്യോഗിക പത്രാധിപർ M. ഗോവിന്ദനാണ്. എന്നാൽ ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം യോഗനാഥമാണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രമാണ് കേരള കൗമുദി. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരൊക്കെയാണെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ശ്രീ ബോധാനന്ദ സ്വാമികളെയാണ്. പിൻഗാമിയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ ശ്രീ ബോധാനന്ദ സ്വാമികളെയാണ്. എന്നാൽ ഗുരുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ട പേര് നടരാജ ഗുരുവിൻ്റെയാണ്. നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. 1923 അദ്ദേഹം നാരായണ ഗുരുകുലം സ്ഥാപിക്കുന്നത്. എന്നാൽ ഗുരുവിൻ്റെ സന്യാസി ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ശിവലിംഗദാസ സ്വാമികളാണ്. ഗുരുവിൻ്റെ പിൻഗാമി എന്ന് ചോദിച്ചാൽ ശ്രീ ബോധാനന്ദ സ്വാമികൾ. ഗുരുവിൻ്റെ ശിഷ്യൻ എന്ന് മാത്രമാണെന്ന് ചോദിക്കുന്നതെങ്കിൽ നടരാജ ഗുരുവാണ്. നാരായണ ഗുരുകുലം സ്ഥാപകനായിട്ടുള്ള നടരാജ ഗുരു 1923 നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. ഗുരുവിൻ്റെ സന്യാസി ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ശിവലിംഗദാസ സ്വാമികളാണ്. ഗുരുവിൻ്റെ വിദേശ ശിഷ്യനാണ് ഏണസ്റ്റ് കർക്ക്. ഗുരു അറിയപ്പെട്ടിരുന്ന പേര് നാണുവാശാൻ എന്നായിരുന്നു. ശിവഗിരി ഫെസ്റ്റിവൽ നടക്കുന്നത് ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ്. ശിവഗിരി ഫെസ്റ്റിവലിൻ്റെ സമയം എന്ന് പറയുന്നത് ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ്. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിക്കുന്നത് ശശി തരൂരിനാണ്. ഗുരു സമാധിയാകുന്നത് 1928 സെപ്റ്റംബർ 20-നാണ്. ജനനം 1856 ഓഗസ്റ്റ് 20-ന് ചെമ്പഴന്തിയിലും. സമാധി അടയുന്നത് 1928 സെപ്റ്റംബർ 20-ന് ശിവഗിരിയിൽ വെച്ചുമാണ്. മരണസമയത്ത് ധരിച്ചിരുന്ന വേഷം വെള്ള വസ്ത്രമായിരുന്നു. ഗുരുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഗുരുവിനെക്കുറിച്ചുള്ളൊരു ജീവചരിത്രം എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. ആദ്യമായി ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ഗുരു എന്ന കൃതി എഴുതിയത് K. സുരേന്ദ്രനാണ്. നാരായണം എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. എന്നാൽ നാരായണീയം എന്ന കൃതി എഴുതിയത് മേൽപ്പത്തൂരാണ്. നാരായണവും നാരായണീയവുമുണ്ട്. നാരായണം എഴുതിയത് പെരുമ്പടവം ശ്രീധരനാണ്. നാരായണീയം എഴുതിയത് മേൽപ്പത്തൂരുമാണ്. ഗുരുദേവ കർണാമൃതം എന്ന കൃതി എഴുതിയത് കിളിമാനൂർ കേശവനാണ്.
മഹർഷി ശ്രീനാരായണ ഗുരു എഴുതിയത് ടി ഭാസ്കരൻ. നാരായണ ഗുരുസ്വാമി എന്ന കൃതി എഴുതിയത് MK സാനു മാസ്റ്ററുമാണ്. ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ, മഹർഷി ശ്രീനാരായണ ഗുരു, ടി ഭാസ്കരൻ, നാരായണ ഗുരുസ്വാമി, MK സാനു. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R സുകുമാരനാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് PA ബക്കറുമാണ്. യുഗപുരുഷനും ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സിനിമയാണ്. യുഗപുരുഷൻ സംവിധാനം ചെയ്തത് R സുകുമാരനും ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് PA ബക്കറുമാണ്. ഗുരുവിൻ്റെ 150-ാം ജന്മവാർഷികം ആഘോഷിച്ചത് 2006-ലാണ്. RBI 5 രൂപ നാണയം പുറത്തിറക്കിയതും ഈ വർഷമാണ്, 2006 ഗുരുവിൻ്റെ 150-ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച്. ശ്രീനാരായണ ഗുരുസ്വാമികളെ മലയാളി ഓഫ് ദ സെഞ്ച്വറി, നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് വിശേഷിപ്പിച്ചത് മലയാള മനോരമയാണ്. മലയാളി ഓഫ് ദ സെഞ്ച്വറി അല്ലെങ്കിൽ നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരുസ്വാമികളെയാണ്. ശ്രീനാരായണ ഗുരുസ്വാമികളെ സന്ദർശിച്ച മഹത് വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുസ്വാമികളും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1782 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു കുമാരനാശാനും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1791 കായിക്കരയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിക്കുന്നത് 1895 ബാംഗ്ലൂർ വെച്ച്. അയ്യൻകാളി അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് 1912 ബാലരാമപുരത്ത് വെച്ചാണ്. വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1914 ആലുവയിൽ വെച്ചിട്ട്. ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1916 തിരുവണ്ണാമലയിൽ. ശ്രീനാരായണ ഗുരുവിനെ ടാഗോറും ശ്രീനാരായണ ഗുരുസ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നതും 1925 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുസ്വാമികളെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. ഇങ്ങനെ പറഞ്ഞത് ടാഗോറാണ്. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവന്ന ആരെയും ലോകസഞ്ചാരത്തിനിടയിൽ ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല. ഇങ്ങനെ പറഞ്ഞത് ദീനബന്ധു CF ആൻഡ്രൂസ് ആണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല. ദീനബന്ധു CF ആൻഡ്രൂസ്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം. ഇങ്ങനെ പറഞ്ഞത് അയ്യൻകാളിയാണ്. ഗുരുവിൻ്റെ വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങുക. നിസ്വാർത്ഥകമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. വിവേകം താനേ വരില്ല. യത്നിക്കണം, ധാരാളം വായിക്കണം. മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. വിവേകം താനേ വരില്ല. യത്നിക്കണം, ധാരാളം വായിക്കണം. മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം. ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല, തീയിലും നടക്കാം. എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത്, ബിംബത്തെയല്ല. കൃഷി ചെയ്യണം. കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല്. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ മാത്രം. ശരീരം വെറും ജഡം. അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല. മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഹിംസയേക്കാൾ വലിയ പാപമില്ല. ഈശ്വരൻ്റെ പേരിൽ ഹിംസ നടത്തുന്നത് പരിഹാരമില്ലാത്ത മഹാപാപമാണ്. പ്രാണികളെ ബലി കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ പോകുകയോ തൊഴുകയോ ചെയ്യരുത്. ധനസമ്പാദനത്തിനുള്ള മാർഗം ഇതുമാത്രമാണ്.
സാധുക്കൾക്ക് തൊഴിലുകൾ ഉണ്ടാക്കി കൊടുക്കണം. ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് തൊഴിൽ നൽകുന്നത്.